പ്രജുല, ഇന്ന് രാവിലെയാണ് ദീപകിനെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ എഴുന്നേക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ ഈ മുറി മുട്ടി നോക്കുമ്പോൾ തുറന്നിരുന്നില്ല. അതിനുശേഷം നാട്ടുകാർ കൂടി തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതാണെന്നുള്ളത് മനസ്സിലാക്കുന്നതോടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. ഏതായാലും ഇതിൽ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് ദീപകുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പ്രചരിപ്പിച്ചിരുന്നു. അതിന് ആധാരമായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുമുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെ കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു മൊബൈൽ ഫോൺ, ഒരു വീഡിയോ, ഒരു ലൈക്ക് ബട്ടൺ, ഒരു ഷെയർ ബട്ടൺ, ഇത്രയും മതി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ. കത്തി വേണ്ട, കയറ് വേണ്ട, വിഷം വേണ്ട. ഒരു മനുഷ്യനെ കൊല്ലാൻ ഇന്റർനെറ്റ് മാത്രം മതി. തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യുവാവ്, അവനെതിരെ അപമര്യാദ എന്നൊരു വാക്ക്. നിയമമില്ല, പോലീസില്ല, കോടതിയില്ല. ശിക്ഷ ഉടൻ നടപ്പായി. ശിക്ഷ വിധിച്ചതോ സോഷ്യൽ മീഡിയ. അവസാനം ആ യുവാവ് ജീവനൊടുക്കി. അയാളെ കൊന്നത് കയറാണോ, വിഷമാണോ, അതോ നമ്മൾ മനുഷ്യരാണോ? തിരക്കേറിയ ഒരു ബസ്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തിരക്കേറിയ ഒരു ബസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരം കുത്തി നിറച്ച ഒരു ചതുര പെട്ടിയാണ്. അവിടെ ശരീരങ്ങൾ തമ്മിൽ മുട്ടും, കൈകൾ തട്ടും, കാലുമുട്ടും. അത് അസ്വാഭാവികമായ ഒരു കാര്യമല്ല. തിരക്കിനിടയിൽ ഒരു യുവാവിന്റെ നേരെ വിരൽ ചൂണ്ടുന്നു, ക്യാമറ ഓൺ ആകുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ മുഖം സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയുടെ മുഖമായി മാറുന്നു. സ്ത്രീക്ക് അപമര്യാദ ഏർപ്പെട്ടാൽ അതിനെ ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ആരോപണം ഈക്വൽ ടു കുറ്റം എന്നുള്ള സമവാക്യം ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നീതി പറയാൻ നിങ്ങൾ ജഡ്ജിയാണോ? അതോ ക്യാമറ കിട്ടിയാൽ നിങ്ങൾ ജഡ്ജി ആകുമോ? ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ മനുഷ്യന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചോ? ചിന്തിച്ചില്ല. കാരണം നിങ്ങൾക്ക് വൈറലാവണം. ഇന്നത്തെ സമൂഹത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ രോഗമാണത്. നീതി വേണ്ട, സത്യം വേണ്ട, വ്യൂസ് വേണം. അവന്റെ നിലവിളിക്ക് യാതൊരു റീച്ചുമില്ല. ഇവിടെ ആരോപണം ഉന്നയിച്ചത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ പോലും നിങ്ങൾ ഭയക്കുന്നു. ചോദ്യം ചെയ്താൽ ആന്റി ഫെമിനിസ്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു പേടി. സ്ത്രീ സുരക്ഷയുടെ പേരിൽ വ്യാജ ആരോപണങ്ങളെ ന്യായീകരിക്കുന്ന സമൂഹം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അപകടകരമാണ്. ഞാനീ പറയുന്ന സ്ത്രീവിരുദ്ധതയല്ല, നീതിയുടെ പക്ഷമാണ്. യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ചിലർ പറയും അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന്. ഇതുപോലെ വെളിവില്ലാത്തൊരു ചോദ്യം വേറെയില്ല. അഭിമാനം നഷ്ടപ്പെട്ട പിന്നെ എന്ത് കോപ്പാണ് ബാക്കിയുള്ളത്? ഇതാ വീഡിയോയിലുള്ള ആളല്ലേ എന്ന് നോക്കുന്ന കണ്ണുകൾ അയാളെ എക്കാലവും വേട്ടയാടും. കോടതി വെറുതെ വിട്ടാലും സോഷ്യൽ മീഡിയ വെറുതെ വിടില്ല. ഇന്നവൻ, നാളെ ഞാൻ, ഒരുപക്ഷെ അടുത്തത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം, മകനായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരനായിരിക്കാം. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? നിയമപരമായ കാര്യങ്ങളിലേക്കാണ് അല്ലേ? അതിനു പകരം എല്ലാ വീഡിയോയും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എറിഞ്ഞു കളിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? പിന്നെ എന്തിനാണ് നിയമവ്യവസ്ഥ? നിങ്ങൾക്കെതിരെ ഒരു സാമൂഹികമായ എന്തെങ്കിലും ഒരു മോശം കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു പരാതി കൊടുക്കുക. അല്ലാതെ കൂട്ടുകാരൻ ഏതോ സ്റ്റേഷനിലുണ്ട്, അവനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എയർ ചെയ്യുക അല്ല ചെയ്യേണ്ടത്. ഈ നടന്ന പ്രശ്നത്തിന്റെ പേരിൽ എവിടെയെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ സമൂഹം നീതി വിധിച്ചത്? എങ്ങനെയാണ് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത്? പുരുഷന്മാർക്ക് എന്നൊരു സീറ്റ് ഏതെങ്കിലും ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ ഞാൻ പറയാം. ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാം, കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടർക്ക് പ്രത്യേകം സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കണ്ണുപൊട്ടനായിരിക്കണം, അന്ധനുള്ള സീറ്റിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഇല്ലെങ്കിൽ കയ്യും കാലും ഇല്ലാത്തവനോ കയ്യോ കാലും ഒടിഞ്ഞവനോ ആയിരിക്കണം, വികലാംഗന്റെ സീറ്റിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഇത്രയും സീറ്റുകളല്ലാതെ നിങ്ങൾക്ക് എന്നൊരു സീറ്റ് ഇല്ല പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് എന്ന് പ്രത്യേക സീറ്റുണ്ട്, അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന പ്രത്യേക സീറ്റുണ്ട്. മറ്റുള്ള എല്ലാ സീറ്റുകളിലും ജനറൽ സീറ്റുകളാണ്. അവിടെ സ്ത്രീക്കും പുരുഷനും ഇരിക്കാം. സൈഡ് സീറ്റിന് വേണ്ടി മാത്രം പുരുഷന്റെ സീറ്റുകളിൽ അല്ലെങ്കിൽ ജനറൽ സീറ്റുകളിൽ ഇരിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവരുടെ സീറ്റുകൾ ഫില്ല് ചെയ്യാതെ അവരുടെ സീറ്റുകൾ വെറുതെ ഒഴിച്ചിട്ട് ഇത്തരത്തിൽ സീറ്റുകളിൽ ഇരിക്കുമ്പോൾ ഈ ആണുങ്ങൾ എവിടെ പോയിരിക്കും? എന്റെ അഭിപ്രായത്തിൽ ഒരു ബസ്സിന് 2 ഡോർ പിടിപ്പിക്കുക. എല്ലാ ബസ്സുകൾക്കും 2 ഡോറുണ്ട്. പകുതി വെച്ചിട്ട് കട്ട് ചെയ്യുക. മുൻവശത്ത് സ്ത്രീകൾ മാത്രമേ ഇരിക്കട്ടെ, പുറവശത്ത് പുരുഷൻ മാത്രമേ ഇരിക്കട്ടെ.
അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ഡോർ പിടിപ്പിക്കുക, പുരുഷന്മാർ ഫ്രണ്ടിൽ കൂടെ കയറി എങ്കിൽ അവരെ പുറകിലേക്ക് ആക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ പുറകിൽ കൂടെ കയറി അവരെ ഫ്രണ്ടിലേക്ക് ആക്കുക. ഇത്തരത്തിലുള്ള ചിന്താഗതി, ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റും വൈറലാകാനുള്ള ടെൻഡൻസി വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പുരുഷന്മാരും സ്ത്രീകളും മിങ്കിൾ ചെയ്ത് ജീവിക്കുക? സമത്വമാണല്ലോ പറയുന്നത്. എവിടെയാണ് ഈ സമത്വം? എന്താണ് ഇല്ലാത്തത്? പുരുഷന്മാർക്ക് പ്രത്യേക സീറ്റ് ഇല്ലെങ്കിൽ എന്തിനാണ് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ പ്രത്യേക സീറ്റ്? ഇനി സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞ പ്രത്യേക സീറ്റ് ഇല്ല? അതല്ല സമത്വം, സ്ത്രീ പുരുഷ സമത്വം. ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീ പുരുഷന് സമത്വം വേണ്ട. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കണം. പുരുഷന്മാർക്ക് പ്രത്യേകം ഒരു കമ്മീഷൻ വേണം എന്നുള്ള ഈ ചിന്താഗതി വന്നത് ഇത്തരത്തിലുള്ള കാരണങ്ങളിൽ നിന്ന് തന്നെയാണ്. നീതി എന്നൊന്നും സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമല്ല, പുരുഷനും അവകാശപ്പെട്ടതാണ്. അഭിമാനം എന്നുള്ള സ്ത്രീകൾ മാത്രമല്ല. നിങ്ങളുടെ അഭിമാനം എന്താണോ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ അഭിമാനവും. ഞങ്ങൾക്കുണ്ട് ഈ പറഞ്ഞ സാധനം. നാളെ നിങ്ങൾ ഞങ്ങളെ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ മുട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്താലോ എന്തായിരിക്കും സംഭവിക്കുക? അപ്പം നമ്മുടെ പേരിൽ കേസ് വരും. കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു. പുരുഷന് അപമാനമില്ലേ? പുരുഷനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു കേസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ചിന്തിക്കുന്നതിൽ എവിടെയാണ് തെറ്റ്? ഈ കഴിഞ്ഞ ആഴ്ചകളിലോളം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തോളം എത്ര പ്രശ്നങ്ങളുണ്ടായി? പുരുഷന്മാരെ അനാവശ്യമായിട്ട് ഇത്തരത്തിൽ ബ്ലെയിം ചെയ്ത് അവർക്ക് സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കുക, ഇത്തരത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? കോടതി അവൻ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂഹം വിടുവോ? നിങ്ങൾ സോഷ്യൽ മീഡിയ വിടുവോ? ലൈക്കും ഷെയറിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് തോന്നിവാസം പറയല്ലേ? പിന്നെ എന്ത് സമത്വത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് പ്രത്യേകം പ്രിവിലേജ് വേണമെങ്കിൽ ലോകത്തിൽ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് കിട്ടുന്ന ഒരു സമത്വം നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. നിങ്ങൾ അത് ചിന്തിക്കാൻ വേണ്ട. ഇനി അതാണ് നിങ്ങളുടെ ലക്ഷ്യം, പുരുഷന് കിട്ടുന്ന എല്ലാ സമത്വവും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ സമത്വം കൊണ്ടുവരണം, നിയമപരമായ കാര്യങ്ങളിൽ. അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് വേണം, അതല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമായ ഒരു ചിന്താഗതിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ചെയ്യുക.